ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന ദൃശ്യങ്ങൾ എറണാകുളത്തെ വി ഡി സതീശന്റെ സ്വന്തം ജില്ലയായ എറണാകുളത്തെ ആഘോഷ പ്രകടനങ്ങളാണ്. ആ ജില്ലയിൽ നിന്നാണ് ഒരു മുഖ്യമന്ത്രി രൂപപ്പെട്ടിരിക്കുന്നത്. അവരുടെ നേതാവിന് തെരഞ്ഞെടുപ്പിലെ ആ മഹാവിജയത്തിന് ശേഷം അവർ കൊടുത്ത ആവേശോജ്വല സ്വീകരണം നമ്മൾ കണ്ടതാണ്. ഇപ്പോൾ അത്യാവേശത്തിലായിരിക്കും, കാരണം കോൺഗ്രസിന് അത്രയധികം സമ്പൂർണ്ണ ജയം നൽകിയ ഒരു ജില്ല കൂടിയാണ് എറണാകുളം. വി ഡി സതീശൻ ഗവർണറെ കാണാൻ പോവുക, സർക്കാർ രൂപീകരിക്കാൻ ഒരുങ്ങുന്നു UDF. അങ്ങനെ ഒരു പരിസമാപ്തി ഉണ്ടാവുകയാണ്. ഈ തർക്കങ്ങൾക്കും വിതർക്കങ്ങൾക്കും എല്ലാം വി ഡി സതീശൻ മുഖ്യമന്ത്രി പദത്തിലേക്ക് എത്തുകയാണ്. ഒരുപാട് തിരസ്കാരങ്ങളുടെ ഒരു ചരിത്രമുണ്ട് അദ്ദേഹത്തിന്റെ ജീവിതം തന്നെ പരിശോധിക്കുകയാണെങ്കിൽ. അത് സംഘടനാ തലത്തിലും അല്ലാതെയുമായി നിരവധിയുണ്ട്. പറവൂരിൽ ആദ്യം മത്സരിക്കാൻ ചെല്ലുമ്പോഴും ഉണ്ട്, അതിനുശേഷവുമുണ്ട്. പിന്നീട് അവിടെ അദ്ദേഹത്തിന്റെ സ്ഥാനം നിലനിർത്തുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത്. ഓരോ ഇടത്തും വി ഡി സതീശന്റെ ഇടപെടലുകൾ ആ വിധമായിരുന്നു. AK ആന്റണിയുടെ പിന്തുണയോടെയാണ് ആദ്യം പറവൂരിൽ മത്സരിക്കാൻ വി ഡി സതീശൻ ഒരുങ്ങിയിട്ടുണ്ടായിരുന്നത്. പറവൂരിൽ ആദ്യം ജയമുണ്ടാകുന്നില്ല. പിന്നീടുള്ള 5 വർഷം അവിടെ തന്നെ തുടർന്നു. അദ്ദേഹം ആ ജനങ്ങളുമായി സംവദിച്ചു, അടുപ്പക്കാരെ ഉണ്ടാക്കി, അത്രയധികം പിന്തുണ അവിടെ നിന്ന് നേടിയെടുത്തു. പിന്നീട് അങ്ങോട്ട് ഭൂരിപക്ഷം ഉയർത്തിക്കൊണ്ടുവരുന്ന വി ഡി സതീശനെയാണ് കാണാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നത്. സഭാതലത്തിലും നമ്മൾ നോക്കുകയാണെങ്കിൽ പ്രതിപക്ഷത്തിരുന്ന് പ്രതിപക്ഷ നേതാവല്ലായിരുന്ന കാലഘട്ടങ്ങളിൽ പോലും അദ്ദേഹത്തിന്റെ സ്വരം ഉയർന്നു കേൾക്കുന്നുണ്ടായിരുന്നു.